ബിജെപിയുടെ അഭിവാദ്യങ്ങൾ ജയ് 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 ബിജെപി ജയ് ജയ് ബിജെപി ജയ് 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 ഭാരത് മാതാ ജയ് ജയ് ഭാരത് മാതാ ജയ് 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 നരേന്ദ്ര മോദി ജയ് ജയ് നരേന്ദ്ര മോദി ജയ് 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 നരേന്ദ്ര മോദി ജയ് ജയ് നരേന്ദ്ര മോദി അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ നരേന്ദ്ര മോദിക്ക് അഭിവാദ്യങ്ങൾ നരേന്ദ്ര മോദിക്ക് അഭിവാദ്യങ്ങൾ നരേന്ദ്ര മോദിക്ക് അഭിവാദ്യങ്ങൾ നരേന്ദ്ര മോദിക്ക് അഭിവാദ്യങ്ങൾ ജയ് 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 ബിജെപി ജയ് ജയ് ബിജെപി അഭിവാദ്യങ്ങൾ നരേന്ദ്ര മോദിക്ക് അഭിവാദ്യങ്ങൾ. പാലക്കാട്ടേക്ക് കോഴിക്കോടിന് പാലക്കാട്ടേക്ക് ഒരു പുതിയ ട്രെയിന് ഇന്നു മുതൽ ഓട്ടം ആരംഭിച്ചിരിക്കുകയാണ്. ആ ട്രെയിന് സ്വീകരണമായിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. അവിടെ കോഴിക്കോട് പാലക്കാട് യാത്രക്കാർ ധാരാളം ഉണ്ട്. അത്തരം ആളുകൾക്ക് ഒരു സൗകര്യപ്രദമായുള്ള ട്രെയിനാണ് നരേന്ദ്രമോദി സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. വളരെ ഞങ്ങൾക്ക് സന്തോഷകരമായുള്ള കാര്യം ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഇടപെടൽ കാരണമാണ് നമുക്കിത് കിട്ടിയത് എന്നുള്ള അഭിമാനത്തോടു കൂടി പറയാം. റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയലിനെ നേരിട്ട് കാണുകയും പാലക്കാട് കോഴിക്കോട് ഭാഗത്തുള്ള യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗുണപ്രദമായ സൗകര്യപ്രദമായുള്ള വണ്ടി ധാരാളം ആവശ്യമുണ്ട്. നമ്മൾ പലപ്പോഴും ബസ്സുകളെയാണ് ആശ്രയിച്ച് പാലക്കാട് നിന്ന് കോഴിക്കോട്ടേക്കും കോഴിക്കോട് നിന്ന് പാലക്കാട്ടേക്കൊക്കെ വരുന്നത്. അതിൻ്റെ ഇടയിലുള്ള ആളുകൾക്ക് ഇത്തരം സമയങ്ങളിലുള്ള യാത്രയൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിന് ഒരു പരിഹാരം ഉണ്ടാവണം എന്നുള്ള നിലയിലാണ് നമ്മൾ ആവശ്യപ്പെടുകയും ഭാരതീയ ജനതാ പാർട്ടിയുടെ അതേപോലെ തന്നെ ഇവിടുത്തെ യാത്രക്കാരും രാഷ്ട്രീയത്തിനപ്പുറമായി യാത്രക്കാരും ആവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായി രാജീവ് ചന്ദ്രശേഖർ പീയൂഷ് ഗോയലിനെ കാണുകയും ഇതിനുള്ള നടപടികൾ എടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് നരേന്ദ്രമോദി സർക്കാർ റെയിൽവേ ബോർഡ് നമുക്ക് ഇതുപോലെ ഒരു പ്രത്യേക ട്രെയിന് കോഴിക്കോട് പാലക്കാട് എക്സ്പ്രസ് അനുവദിച്ചു തന്നിട്ടുള്ളത്. അതിന് ഇന്ത്യൻ റെയിൽവേയോടും അതോടൊപ്പം തന്നെ റെയിൽവേ മിനിസ്ട്രിയോടും മോദിയോടും ഞങ്ങളുടെ ഒറ്റപ്പാലത്തിൻ്റെ നമ്മുടെ പാലക്കാട് ജില്ലയുടെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ തുടർന്ന് ഇത് പരീക്ഷണാർത്ഥമാണ് ഓടുന്നത്. ഇതിൽ ധാരാളം യാത്രക്കാരുണ്ടാവുമ്പോഴാണ് ഇത് നമുക്ക് നിലനിർത്താൻ കഴിയുള്ളൂ എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. അതുകൂടി ഇവിടുത്തെ യാത്രക്കാരെ ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ.